കൂടുതൽ ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ഫ്രണ്ട്സ് ആണോ, ശരിക്കും സ്വന്തം ബ്രദേഴ്സ് ആണോ, അല്ലെങ്കിൽ കസിൻസ് ആണോ, അയൽക്കാരാണോ, ആരാണ് ശരിക്കും ആരാ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്താ ബന്ധമെന്നോ? ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ കസിൻസ്, അതായത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാണ് ഇവൻ, എന്റെ ചിറ്റയുടെ മോനെ ഇവൻ. നേരെ അന്നോടാ നീ പറഞ്ഞത്? നേരെ കൊച്ചമ്മേ. പക്ഷെ പലരും വിചാരിച്ചോണ്ടിരിക്കുന്ന സ്വന്തം അനിയന. ഞങ്ങൾ തന്നെ സാർ. അതെ, നിങ്ങൾ ആരാണ്? ഇവരൊക്കെ എന്റെ കൂടെ വന്നവരാണ് സാർ. അതെ, ഇവരാരൊക്കെയാണ്? ഹലോ ഗായ്സ്, ക്രീമണ്ണും കട്ടൻ ചായയും. അപ്പൊ നമ്മളിത് ക്രീമണ്ണും കട്ടൻ ചായയാണ് കഴിക്കുന്നത്. അമ്മേ, പൂമുഖത്തേക്ക് 1 ബ്ലാക്ക് ചെയ്യാ. ക്രീമണ്ണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഗൈസ്. എന്നെ അത് പറഞ്ഞിട്ടാണ് പലരും കളിയാക്കുന്നത്. ക്രീമാണ് നല്ല ചൂട് കട്ടൻ ചായ. ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബിരിയാണിയാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിത് കനാലിലെ വെള്ളത്തിരുന്ന് ബിരിയാണി കഴിക്കാണ്. ഇതൊക്കെ ഒരു ചങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ റീലുകളാക്കി മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അഭിലാഷ് പ്ലാവടിയും ലെവിൻ പൗലൂസും. ഹലോ ഗൈസ്, അപ്പൊ ഗൈസ് ഇവിടെ നിറച്ച് വെള്ളമുണ്ട് ഗൈസ്, കല്ല് വരെ മൂടി. സത്യത്തിൽ ഞാൻ കരുതിയത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ കണ്ടപ്പോഴാ മനസ്സിലായത് എന്റെ ഒരു ഹാപ്പി. ഈ കല്ല് മൂടിയ വെള്ളം എനിക്ക് എത്രത്തോളം ഭീകരാന്ന് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഞങ്ങളിത് പേപ്പർ വെള്ളം ഒഴുക്കി വിടുവാണ്. ഇതാണ് ഈ നഗരം. ഒരു വശത്ത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കഞ്ചാവിനും ലഹരിക്കും അടിമകളാണ്. മറുവശത്ത് ഹലോ ഗായ്സ്, തണ്ണിമത്തൻ ജ്യൂസ്. വിഷമങ്ങളും ദുഃഖങ്ങളും വെച്ചോണ്ട് നമുക്കൊന്നും നടക്കില്ല. വിഷമങ്ങളും ദുഃഖങ്ങളെല്ലാം കനാലിലെ വെള്ളത്തിൽ ഒഴുക്കി വിടും. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.